പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ അരും കൊല, അതിൽ നീതിപീഠം ഇന്ന് വിധി തീർപ്പ് കൽപ്പിച്ചു. നിഷ്ഠൂരമായ കൊലപാതകത്തിന് തൂക്കുകയറല്ലാതെ മറ്റൊന്നില്ല എന്ന് ന്യായവിധി വന്നു ഇന്ന്. കേസ് അപൂർവങ്ങളിൽ അത്യപൂർവമെന്നാണ് ഹൈക്കോടതി ബെഞ്ചിന്റെ നിരീക്ഷണം. നീതിപീഠം നീതി ഉറപ്പാക്കിയെന്ന് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിയുടെ മാതാവും ഇന്ന് പ്രതികരിച്ച വാർത്താപ്പകലാണ് ഒടുങ്ങുന്നത്. കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ കോളിളക്കം സൃഷ്ടിച്ചതാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകത്തിൽ വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതി അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. ഏപ്രിൽ 26 രാത്രി 8 മണിയോടെയാണ് പെരുമ്പാവൂർ കുറുപ്പംപടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ നിയമ വിദ്യാർത്ഥിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമമുണ്ടായെന്ന് വ്യക്തമായി. ശരീരത്തിൽ 38 മുറിവുകളുണ്ടായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ചയെന്ന് വിമർശനമുയർന്നതോടെ പെരുമ്പാവൂർ ഡിവൈഎസ്പി അനിൽകുമാറിനെ ഒഴിവാക്കി. അന്വേഷണം ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി AB ജിജിമോനെ ഏൽപ്പിച്ചു. 2016 മെയ് 14 നിർണായക DNA വിവരങ്ങൾ പോലീസിന് കിട്ടി. കൊലയാളി നിർമ്മാണ തൊഴിലാളി എന്ന് ഉറപ്പിച്ച പോലീസ് ബംഗാളിലെ മുർഷിദാബാദിലേക്ക് തിരിച്ചു. 2016 മെയ് 28 ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. 2016 ജൂൺ 14 പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 2017 സെപ്റ്റംബർ 14 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. ശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടിയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടൊപ്പം തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ ഹർജിയും കോടതിക്ക് മുന്നിലെത്തി. നീണ്ട വാദപ്രതിവാദം. ഒടുവിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന നിരീക്ഷണത്തോടെ ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചിരിക്കുന്നു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. നീതി ലഭിച്ചെന്നും എത്രയും വേഗം വിധി നടപ്പാക്കണമെന്നുമാണ് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിയുടെ മാതാവിന്റെ പ്രതികരണം. ഈ ഒരു ദിവസത്തിന് അവൻ മരിച്ചു കാണാൻ ആ ഒരു ദിവസം കാത്തു നോക്കിയിരിക്കുന്നതാണ് ഞാൻ. കണ്ണിൽ അന്വേഷിച്ച് എൻ്റെ മോൻ്റെ ജീവനെടുത്ത് തന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അവനെ കൊല്ലാവോ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇനി നാളെ നമുക്ക് ഒരു പെണ്ണുങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഈ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റും. സത്യം വിജയിച്ചെന്നും പോലീസിന് ആത്മവിശ്വാസം നൽകുന്ന വിധിയാണെന്നും പ്രോസിക്യൂഷനും പ്രതികരിച്ചു. ഈ ശക്തമായ ഈ 4 DNAകളും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യത്തിലുകളും അത് വളരെ വിദഗ്ധമായ രീതിയിൽ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചു. അതിന് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് ശ്രമിച്ചു. വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത്. അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത്. ശാസ്ത്രീയ തെളിവുകൾ വിശ്വാസയോഗ്യമെന്നും ഹൈക്കോടതി വിലയിരുത്തുന്നു. അതായത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാലും പ്രതിഭാഗത്തിന് പ്രതീക്ഷ വേണ്ടെന്ന സാരം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനിക്ക് നീതി ഉറപ്പായെന്നാണ് ജനങ്ങൾ പൊതുവെ ഇന്ന് പ്രതികരിച്ചത്. ഒപ്പം കുറ്റവാളികൾക്ക് നൽകുന്ന ശക്തമായ താക്കീതാണിതെന്നും ജനങ്ങൾ പ്രതികരിച്ചു. കേൾക്കാം അവർ നമ്മോട് പറഞ്ഞത്. വധശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത്. കാരണം എങ്കിലേ നിയമവ്യവസ്ഥയിൽ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനും എല്ലാ കാര്യത്തിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ ഇത്തരം നിയമ നടപടികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെറിയ കുട്ടീനെ ചെയ്ത കാര്യങ്ങളല്ല, ഇപ്പോഴും മനസ്സിൽ പോവാത്ത കാര്യങ്ങളാണ്. ഇനി അങ്ങനെ ഒരു ഗൾഫ് സ്റ്റൈലിൽ മാതിരി വധശിക്ഷ കാണിച്ചാൽ ഇനി ഒരാൾക്ക് പേടി ഉണ്ടാവും. ആ പേടി എല്ലാവർക്കും ഉണ്ടാവും. ഇനി ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഒരു മാതൃക ആയിരിക്കും ഇത്. ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ഒരു കേസ് അന്ന് നമ്മുടെ സമൂഹ മനസാക്ഷിയൊക്കെ ഞെട്ടിച്ചൊരു കേസാണ്. നമ്മളൊരു കാര്യത്തിനൊരു ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും മറ്റുള്ളവർക്ക് കൂടി വരിക. ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. ഹൈക്കോടതി ശരി വെച്ചു. പക്ഷേ ഇനിയും പ്രതി അവിടെ ചെന്ന് അപ്പീൽ കൊടുക്കാം, അവിടെ നൂർന്നു പോരാം,
അതിനൊക്കെയുള്ള വകുപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഒരിതിലേക്ക് വരുന്നത്. അതാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയാൽ ഇനി മേൽക്കോടതി എടുക്കാണല്ലോ, ഇനി സുപ്രീം കോടതി എടുക്കുന്നു, പിന്നെ ദേഹാർജി എടുക്കുന്നു, എന്തെല്ലാം കിടക്കുന്നു. പിന്നെ തികച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടലുകൾ, സമൂഹത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംഘടനകൾ, KPMS പോലെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള വലിയ സമരങ്ങൾ ഒക്കെ, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുണകരമായ ഇടപെടലുകൾ ഒക്കെ തന്നെ ഈ വിധി ഗുണകരമായൊരു അല്ലെങ്കിൽ ആശാവഹമായ ഒരു രീതിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വധശിക്ഷ തന്നെ വേണം, അത് തന്നെയാണ് എൻ്റെ പ്രതികരണം. കാരണം ആ കുട്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. അവൾ പഠിച്ചിട്ട് നിയമം പഠിച്ച് ആ ലെവലിലേക്ക് വരണ്ടല്ലായിരുന്നു. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വരേണ്ട ഒരു കുട്ടിയായിരുന്നു അല്ലേ? അവർക്ക് ഈ ഗതി വരുമ്പം എന്തായാലും വധശിക്ഷ തന്നെ കൊടുക്കണ്ടേ? ശിക്ഷ ശരിയായിട്ട് തന്നെ വരണം. കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചപ്പോൾ ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്ന, അല്ലിത്തരമുള്ള ഒരു മർഡർ കേസിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വിധിയാണ്. അത് കോടതി അത് ന്യായമായ മുഖവിലക്കെടുത്തത് പരിഗണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വിധി തൂക്കിക്കൊല്ലാൻ തന്നെയാണ് വിധിച്ചത്. അതൊരു നല്ലൊരിതാണ്. കുട്ടിയെ അവനാണ് കൊന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അത് അർഹിക്കുന്നുണ്ട്. തൂക്കുകയർ കൊടുത്താൽ ഏറ്റവും നല്ലൊരു കാര്യമാണത്. എല്ലാവരും അത് ആഗ്രഹിച്ചതാണല്ലോ. അമീർ എന്ന് പറഞ്ഞ ആ പയ്യൻ നിരപരാധിയാണെന്നുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അതൊരു നിരപരാധിത്വമുണ്ട് എന്നാണ് പറയുന്നത്. ആൾമാറി രാഷ്ട്രീയ കളികൾ കളിച്ചിട്ട് ആ പയ്യനെ പിടിച്ചിട്ട് കുരുക്കിയതാണ്. തൂക്കേറിന് കൊടുക്കണം, അയാൾ ചെയ്ത കുറ്റമനുസരിച്ച് അതിനുള്ള ശിക്ഷ കൊടുക്കണം. വളരെ നല്ല വിധിയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകളെ ആക്രമിക്കുന്നവർക്ക് ഇങ്ങനെ വിധി കിട്ടിയാൽ ഇനി അത് തുടരാതിരിക്കത്തുള്ളൂ. വിധി തെറ്റാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ വിധിയല്ലേ, നിയമപരമായിട്ടുള്ള വിധിയാകുമ്പോഴത്തേക്ക് സുപ്രീം കോടതി വിധി നമ്മൾ അംഗീകരിച്ച് തന്നെ പറ്റുള്ളൂ. നല്ല വിധിയല്ലേ? തൂക്കുകയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വിധിയല്ലേ? എന്താ പറയുക, എക്സാമ്പിളാണ്, സമൂഹത്തിന് എക്സാമ്പിളാണ്. ഇനി ഒരു പുരുഷനും ചിന്തിക്കരുത്. തെറ്റ് ചെയ്തവരെ കൊല്ലണം. അതിന് ഞങ്ങൾ ആ വിധി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ സെബിൻ എബ്രഹാം ഒരു കാര്യം പറഞ്ഞു, കനത്ത മഴ വരാൻ പോകുന്നു, പക്ഷേ ഇതുവരെയും ഇടുക്കിയിലെ ഡാമുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ബൽറാം നെടുങ്കടി മറ്റൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നു. ഉഷ്ണതരംഗം ഡൽഹിയിലെ സ്കൂളുകൾക്ക് അടിയന്തര വേനൽ അവധി പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്.